അടിപൊളി സ്ഥലത്താണ്. ഹലോ, ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങാണ്. ഇന്നാണെങ്കിൽ ഇവിടെ നല്ല മഴയുണ്ട്. ഇന്നലെ ആണെങ്കിൽ ആക്ച്വലി 15 ഡിഗ്രി ആയിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് നല്ല മഴയാണ്. ആണോ? എവിടെയാ ഷോപ്പിങ്ങിന് പോകുന്നത്? ഞാനും ഷാലിനും ദേവൂട്ടനും കൂടെയാണ് ഈ ഷോപ്പിങ്ങിന് പോകുന്നത്. ഏട്ടന് ജോലിയുള്ളത് കൊണ്ട് തന്നെ ഏട്ടനില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാത്രമായിട്ട് പോയി. കാർ ഓട്ടിക്കാനായിട്ട് ഏട്ടനില്ലാതെ എനിക്കൊരു ധൈര്യമില്ല ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ ഗോ ബസ്സിലാണ് പോയത്. മഴയുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു യാത്ര ശോകമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ശോകമായൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എത്തി. അധികം മഴയൊന്നും ഞങ്ങൾക്ക് നനയേണ്ടി വന്നില്ല. ഗോ ബസ് കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് എത്തി. ഈ മോളിലോട്ട് കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രോളർ ഉണ്ടായിരുന്നു. $10 ആയിരുന്നു അതിന്. ഞങ്ങൾ എടുക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നെ അവസാനം തീരുമാനിച്ച് എടുത്തേക്കാന്ന്. കാര്യം ഇവിടെ ഒരുപാട് നടക്കാനുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇവൻ പണി തരുമോ എന്ന് കരുതി ഞങ്ങൾ എടുത്തു. പക്ഷേ ലാസ്റ്റ് കഴിഞ്ഞിറങ്ങിയപ്പോൾ മനസ്സിലായി ഇത് എടുത്തതൊരു ഗുഡ് ഡിസിഷൻ ആയിരുന്നു എന്ന്. ആദ്യം തന്നെ ഞങ്ങൾ ദേവൂട്ടനൊരു ഷൂ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒരു ഔട്ട്ലെറ്റ് ആണ്. എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഷോപ്പുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഓഫേഴ്സും ആണ്. കൊള്ളാമോ? നമ്മുടെ അടിപൊളി സ്ഥലത്താണ്. എന്തായാലും എല്ലാം ഭയങ്കര റേറ്റ് കുറവാ. സൂപ്പർ. ഇവിടുത്തെ ചീസ് കേക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ഈ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ടേസ്റ്റ്. ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. എന്നിട്ട് പോലും മാളിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഏത് മോളിൽ ചെന്നാലും വർക്കിംഗ് ഡേ ആണെങ്കിലും വീക്കെൻഡ് ആണെങ്കിലും എല്ലാം എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഞങ്ങളിപ്പോൾ ലെഗോലാൻഡിലെത്തി. ഇതങ്ങോട്ട് പാസ് ചെയ്തപ്പോഴേ ദേവൂട്ടൻ പറഞ്ഞു അവിടെ കയറണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കയറി. ബട്ട് എന്തായാലും അവിടെ നിന്നൊന്നും വേണമെന്ന് അവൻ പറഞ്ഞില്ല, ജസ്റ്റ് കണ്ടാൽ മതിയായിരുന്നു. അതൊരു ആശ്വാസം. എൻ്റെ ബർത്ത്ഡേക്ക് ഈ ലെഗോ ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ബട്ട് സംഭവം നല്ലതാണ്. നമുക്ക് കുറച്ച് ത്രില്ലിംഗ് ഒക്കെയാണ്. കണക്ട് ചെയ്ത് അതെങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ സെറ്റാക്കി എടുത്ത് കാണാനുള്ളൊരു ത്രില്ലായിരിക്കും നമുക്കിത് ചെയ്യുമ്പോൾ. ഇവിടെ അതിൻ്റെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദേവൂട്ടൻ എന്തായാലും ഇതിനകത്ത് വലിയൊരു കമ്പം ആവാനുള്ളൊരു ഏജ് ആവാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. നമുക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല. റിയൽ ഫ്രൂട്ടിൻ്റെ ബബിൾ ടീയുടെ മാംഗോ എന്തുവായിരുന്നു, മാംഗോ ഡയമണ്ട് സ്ലഷ് ആണ്. സൂപ്പർ ടേസ്റ്റ്. ഞാൻ എക്സ്ട്രാ മാംഗോസും കൂടെ മേടിച്ചായിരുന്നു. നല്ല റിയൽ മാംഗോ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാണ്. ആ മാംഗോസ് ഇങ്ങനെ സ്ലൈസ്
നമുക്ക് കഴിക്കാനുമായിട്ട്. മാക്കിൽ ലിപ്സ്റ്റിക്കിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരുതി ഒരു ലിപ്സ്റ്റിക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൈ എപ്പോഴും ലിപ്സ്റ്റിക്ക് മേടിക്കാൻ കയറി ഇങ്ങനെ ആയിരിക്കും. ടെസ്റ്റ് ചെയ്ത് ഫുൾ ഇങ്ങനെ ആവും. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇത് ആക്ച്വലി കണ്ടപ്പോൾ ഞാൻ കരുതിയത് പോലെ ടിക്കറ്റ് എങ്ങാനും വേണോ ഇതകത്ത് കിടക്കാൻ, അങ്ങനെയൊക്കെ. ഇതെന്തോ കുട്ടികളുടെ എന്തോ പ്ലേ ഏരിയ അങ്ങനത്തെയൊക്കെ സംഭവമാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ ഫിഷിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ സെയിൽ നടത്തുന്നൊരു ഷോപ്പായിരുന്നു. നമ്മളങ്ങനെ ഇരിക്കുവാണ്. 8 മണിയായി, അറിഞ്ഞുപോലുമില്ല. നമ്മൾ ഇവിടെ ഇത്രയും കറങ്ങി ഇവിടെ വന്നിരിക്കുക. ഫുള്ള് ഇത് കണക്കൊരു ഇങ്ങനെ എന്താ പറയുക, ഇവിടുന്ന് തുടങ്ങി അതെ ഒരു ലൂപ്പ് പോലെയാണ്. പക്ഷെ ക്ഷീണമൊന്നും അറിഞ്ഞതേ ഇല്ല. ഇപ്പൊ ക്ഷീണം അറിയുന്നുണ്ട്.